വടക്കേ മലബാറിലെ മിക്ക അനുഷ്ഠാനങ്ങളിലും മഞ്ഞൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കളിയാട്ടക്കാവുകളിൽ തെയ്യം പ്രസാദമായി നൽകുന്നത് മഞ്ഞളാണ്. ഭക്തജനങ്ങളെ മഞ്ഞൾ പ്രസാദം തലയിലിട്ടും കയ്യിൽ കൊടുത്തുമാണ് തെയ്യം അനുഗ്രഹിക്കുന്നത്. ഉത്തര മലബാറിലെ കാവുകളിൽ ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ ഭക്തന്മാർക്ക് നൽകുന്ന പ്രസാദം മഞ്ഞളാണ്. അരയാലിലയിൽ നൽകുന്ന മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ പുരട്ടിയും തലയിലിട്ടും വായിലിട്ടും ദൈവത്തോടുള്ള ആരാധനയും ഭക്തിയും പ്രകടിപ്പിക്കുന്ന ഭക്തർക്ക് അവരറിയാതെ തന്നെ മഞ്ഞളിൻ്റെ അപൂർവമായ ഔഷധ ഗുണമാണ് പകർന്നു കിട്ടുന്നത്. പ്രസാദമായി മഞ്ഞളിനെ നിശ്ചയിച്ച പൂർവികരുടെ ദീർഘദൃഷ്ടിക്ക് മുമ്പിൽ തല കുനിച്ചേ പറ്റൂ. തെയ്യത്തിൻ്റെ മാത്രമല്ല, വെളിച്ചപ്പാടുകൾ, കോമരങ്ങൾ തുടങ്ങി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അകമ്പടിയുള്ള ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരും മഞ്ഞൾ പ്രസാദം തന്നെയാണ് നൽകുന്നത്. അത് ദൃഷ്ടി രണ്ടെന്ന് വരികയും പ്രഭ ഒന്നായി അടിച്ചിൽ വരുത്തി തന്നു അഭിമാന്യം നടത്തിച്ചു തന്നു കരിങ്കാലം തിരുവടി എന്നിരിക്കുന്ന ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം പ്രസാദമായിട്ട് തൊടാൻ തരുന്നത് മഞ്ഞളാണ്. അത് അഗ്നിശുദ്ധി, അതിപ്പോൾ അതിന് ഒരു ദിവ്യമായ പ്രഭാവമുണ്ട് എന്നുള്ള വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഔഷധമൂല്യം തന്നെയായിരിക്കും പ്രധാനമായ ഒരു കാരണം. പണ്ട് ചികിത്സ എന്ന് പറഞ്ഞാൽ ചികിത്സ തന്നെ എന്നില്ല, ജീവിതം കറക്ഷനാണ് ചികിത്സ. ഓരോ തരത്തിൽ വരാൻ ഇടയുള്ളതായ രോഗങ്ങൾക്ക് മാത്രമല്ല തകരാറുകൾക്കൊക്കെ പരിഹാരം ഈ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെട്ടിരുന്നു. കേരളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെങ്ങും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ബന്ധപ്പെട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. ദേവി ഉപാസനയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലും ആരാധനകളിലും മഞ്ഞൾ പ്രധാനമായി ഉപയോഗിക്കുന്നു. ഭഗവതി കാവുകളിലും സർപ്പക്കാവുകളിലും മഞ്ഞൾ ആരാധനയ്ക്ക് വേണ്ടിയും പ്രസാദമായും ഉപയോഗിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണിക്കാലത്ത് തുള്ളിയുറഞ്ഞാടുന്ന വെളിച്ചപ്പാടുകളുടെ നെറ്റിയിലുണ്ടാകുന്ന മുറിവിൽ ഔഷധമായി മഞ്ഞൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പല ഭഗവതിക്കാവുകളിലെയും പ്രസാദം മഞ്ഞളാണ്. മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ തൊടുക, തലയിലിടുക, കഴിക്കുക എന്നിവയെല്ലാം സാധാരണമാണ്. രോഗാണുമുക്തമാക്കാൻ മഞ്ഞൾ പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രസാദം എന്ന രൂപത്തിലാകുമ്പോൾ ഔഷധമാണെന്നറിയാതെ തന്നെ അത് നമ്മളിലേക്ക് പ്രവേശിക്കുകയും ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും. ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും മുറിഞ്ഞാൽ നമ്മൾ മഞ്ഞൾ ആദ്യം വയ്ക്കും. അപ്പോൾ അതിന് പണ്ട് കാലം മുതൽ തന്നെ നമുക്കറിയാം, ഈ അമ്പലങ്ങളിലൊക്കെ ഈ കോമരം തല വെട്ടിയാൽ ആദ്യം മഞ്ഞൾപ്പൊടി ഇടും. അതിന് പ്രധാനം അത് നല്ലത് ആൻറ്റിസെപ്റ്റിക്കാണ്. പക്ഷേ ഇന്നാണ് അത് ആൻറ്റിസെപ്റ്റിക്കാണെന്ന് രേഖകളിൽ കൂടെ നമ്മളെ അറിയിക്കുന്നത്. പക്ഷേ പണ്ട് മുതൽ തന്നെ ആൻറ്റിസെപ്റ്റിക്കാണ്. അന്നൊന്നും ആരും തെളിയിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അത് ആൻറ്റിസെപ്റ്റിക് ആയിരുന്നു. സംസ്കൃതത്തിലുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പേരുകളുണ്ട് സംസ്കൃതത്തിൽ. അത് ഈ പ്രധാനമായിട്ട് ഈ പേരുകളെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുകളുണ്ടെങ്കിൽ തന്നെ ഈ പേരുകളുടെ യൂസ് എന്ന് പറഞ്ഞാൽ പേര് വെച്ചിട്ട് ഈ മഞ്ഞളുടെ ഗുണത്തിനെ പറ്റിയും മഞ്ഞൾ ഏതൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നു അങ്ങനെയുള്ളൊരു ഇത് ഈ സംസ്കൃത പേരുകളിൽ നിന്ന് നമുക്ക് കിട്ടും. പ്രധാനമായിട്ട് മഞ്ഞളിന് ഹരിദ്ര എന്നൊരു പേരുണ്ട്. അത് ഈ മഞ്ഞ നല്ല വർണ്ണത്തെ ഉണ്ടാക്കുന്ന, ശരീരത്തിന് നല്ല വർണ്ണത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളതിന് ആണ് ഈ ഹരിദ്ര എന്നുള്ള ഇത് സിഗ്നിഫൈ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഗൗരി, അത് മഞ്ഞ നിറം, ഗൗരി എന്നുള്ള പേരായിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട്. അതായത് മഞ്ഞ വർണ്ണം, ശരീരത്തിന് നല്ല വർണ്ണമുണ്ട്, മഞ്ഞ വർണ്ണം യഥാർത്ഥ അങ്ങനെ ഒരു ഇതിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. പിന്നെ ക്രിമിക്ന എന്നൊരു പേരുണ്ട്. അതായത് മഞ്ഞൾ കഴിച്ചു കഴിഞ്ഞാൽ കൃമിനാശകമായിട്ടും ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ക്രിമിക്ന എന്നുള്ളൊരു പേരും മഞ്ഞളിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ഇന്ത്യയിൽ ഉടനീളം കാണുന്ന ഒരു ഇതാണ്, ചെറിയ ഒരു ഔഷധി ചെടിയാണ്. 1 ഫീറ്റ്, 1 അടി മുതൽ 2 അടി വരെ പൊക്കത്തിലൊക്കെ വളരുന്ന ഒരു അടിയിൽ പ്രഗന്ധം, അതായത് റൈസോമുള്ള ഒരു ചെടിയാണ്. ഔഷധി, ഹെർബ് എന്ന് നമ്മൾ പറയുന്ന ടൈപ്പ് ചെടിയാണ്. ഇത് പ്രധാനമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് വർണ്ണ്യം, ശരീരത്തിന് വർണ്ണത്തിനെ ഉണ്ടാക്കുന്നതാണ്. വിഷഗ്നമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ത്വക്ക് രോഗങ്ങൾക്ക്, എല്ലാ ടൈപ്പ് ത്വക്ക് രോഗങ്ങൾക്കും നമുക്കിത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് മഞ്ഞൾ. ഏകദേശം മിക്ക ആയുർവേദ മരുന്നുകളിലും മഞ്ഞൾ നമുക്ക് യൂസ് ചെയ്ത് കാണുന്നുണ്ട്. കൂടുതലും വിഷത്തിനെ റിലേറ്റ് ചെയ്തതിനകത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൂടാതെ തന്നെ സ്കിന്ന്, കോസ്മെറ്റിക് സാധനങ്ങളിൽ ഇപ്പോൾ ഏത് നമ്മൾ കോസ്മെറ്റിക് സാധനം എടുത്താലും മഞ്ഞൾ കാണും. പിന്നെ മഞ്ഞളിൻ്റെ വേറെ ഒരു പ്രധാന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സാധാരണ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ് വീട്ടിൽ ചിലന്തി അടിച്ചു എന്ന് തന്നെ വെക്കുക. ചെറിയ ഏതെങ്കിലും നമ്മൾ വലിയ ചെറിയ ചിലന്തി അടിച്ചു, അപ്പോൾ ചെറുതായിട്ട് ആ ഭാഗത്ത് തടിപ്പ് കാണും, ചെറിയ ചൊറിച്ചിൽ കാണും, ഒരു റെഡിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ചെറിയ സ്പോട്ട്സ് പോലെയൊക്കെ കാണും. അതിന് നമുക്ക് മഞ്ഞൾ ഇത് വേപ്പിലയിൽ അരച്ച്, മഞ്ഞളും വേപ്പും വളരെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ്, യാതൊരു പ്രത്യേകിച്ച് ഇതൊന്നും നമുക്ക് അതിന് ആവശ്യം വരുന്നില്ല. മഞ്ഞളും വേപ്പിലയും കൂടെ അരച്ചിടാം. കാഞ്ചനി, നിശ, രജനി, വരാംഗി, വരവർണ്ണനി, ഗൗരി, പീതിക, ശോഭന, വർണ്ണധാത്രി, യോഷിത് പ്രിയ തുടങ്ങി വിവിധ പേരുകളുണ്ട് മഞ്ഞളിന്. ഹരിദ്ര എന്ന പേരാണ് പ്രശസ്തം. കമ്പോളങ്ങളുടെ അഥവാ അങ്ങാടികളുടെ പോലും ശോഭ വർദ്ധിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് മഞ്ഞളിന് സംസ്കൃതത്തിൽ ഹട്ടവിലാസിനി എന്ന പേര് വന്നത്. പ്രധാനമായും മഞ്ഞളിൻ്റെ കാണ്ഡം, അതായത് കിഴങ്ങാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. പച്ചയായും ഉണക്കിയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കന്തം അഥവാ കാണ്ഡം അല്ലെങ്കിൽ കിഴങ്ങ് മാത്രമല്ല, ഇതിൻ്റെ ഇലയും ഔഷധമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്.